രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എസ്ന ജനേഷ്. പ്രധാന വാർത്തകൾ. താൽക്കാലിക ഹാളിന്റെ വെഞ്ചരിപ്പ് നടത്തി വികാരിയച്ഛൻ. കുരുന്നുകളെ എഴുത്തിനിരുത്തി പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. നിർമ്മാണം പൂർത്തിയാക്കിയ താൽക്കാലിക ഹാളിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ആശീർവാദ കൂദാശയിൽ ഇടവകയിലെ വിശ്വാസികൾ പങ്കുചേർന്നു. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാസാവസാന വെള്ളിയാഴ്ചകളിലെ സായാഹ്ന ധ്യാനം ബ്രദർ വിൽസൺ വേലുപ്പാടം നയിച്ചു. തുടർന്ന് ആശീർവദിച്ച ഹാളിൽ വെച്ച് നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യമായി കടന്നുവരുന്ന ഇടവകയിലെ കുഞ്ഞുമക്കൾക്കായി വിദ്യാരംഭ ചടങ്ങ് സംഘടിപ്പിച്ചു. മെയ് 31 വെള്ളിയാഴ്ച വൈകിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കുട്ടികളെ എഴുത്തിനിരുത്തി. ആരാധനയ്ക്ക് ശേഷം കുഞ്ഞുമക്കളുടെ കൈപിടിച്ചുകൊണ്ട് ഈശോ എന്നെഴുതിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ആശീർവാദവും നടത്തുകയും ചെയ്തു. വിദ്യാരംഭം നടത്തിയ കുരുന്നുകൾക്ക് ഈ അവസരം ആകാംക്ഷയുടെയും ആശ്ചര്യത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു. തുടർന്ന് ലഭിച്ച സമ്മാനങ്ങൾ കണ്ട് കുട്ടികളെല്ലാം ഏറെ സന്തോഷഭരിതരായി. ജൂൺ 2 ഞായറാഴ്ച രാവിലെ നടന്ന പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ആദ്യമായി ഈശോയെ അറിയുന്നതിനും പഠിക്കുന്നതിനുമായി കടന്നുവന്ന കുഞ്ഞുമക്കളെ ബലൂണുകൾ നൽകി സ്വീകരിച്ചു. പ്രധാന അധ്യാപിക വെറോനിക്ക ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തതിനോടൊപ്പം പുതിയ വിശ്വാസ പരിശീലന അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ആശംസകൾ നേർന്നു. അന്നേ ദിവസം രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിശ്വാസ പരിശീലന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും ഫുൾ ഹാജർ നേടിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവർക്ക് നൽകുന്ന ക്യാഷ് അവാർഡിന് 5000 രൂപ വീതം എൻഡോവ്മെന്റ് നൽകിയ വ്യക്തികളെ ചടങ്ങിൽ പ്രത്യേകം അനുസ്മരിച്ചു. 2024-25 അധ്യയന വർഷത്തിലെ വിവിധ ക്ലാസ് ലീഡേഴ്സിനെ ആദ്യ ദിനം തന്നെ തിരഞ്ഞെടുക്കുകയും അവരിൽ നിന്ന് സ്കൂൾ ലീഡേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട അമൽജോ ജോഷിയെയും അലീന ജോണിനെയും തദ്വസരത്തിൽ പരിചയപ്പെടുത്തുകയും അനുമോദിക്കുകയും ചെയ്തു. മുണ്ടത്തിക്കോട് ഇടവകയ്ക്ക് അടുത്തൊരു വർഷക്കാലം ഞായറാഴ്ച ശുശ്രൂഷകൾക്ക് സഹായിയായും വിശ്വാസ പരിശീലന അധ്യാപകനായും സേവനമർപ്പിക്കുന്നതിന് ബ്രദർ മൈക്കിളിനെ ലഭിച്ചത് വികാരിയച്ഛൻ സന്തോഷപൂർവ്വം ഇടവക ജനങ്ങളെ അറിയിക്കുകയും സ്വാഗതമരുളുകയും ചെയ്തു. പൂമല ഇടവകാംഗമായ ബ്രദർ മൈക്കിൾ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിലുള്ള സന്യാസ സഭാംഗവും തൃശൂർ മുളയം സെമിനാരിയിൽ വൈദിക പഠനം തുടരുന്ന സബ് ഡീക്കനുമാണ്. തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി മുണ്ടത്തിക്കോട് യൂണിറ്റ് രൂപീകരണം ഈ ഞായറാഴ്ച നടത്തുന്നു. ജൂൺ 9 ഞായർ ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ റവറർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പള്ളിയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ നമ്മുടെ ഇടവകയിലെ മദ്യവിരുദ്ധ സമിതി രൂപീകരിക്കുകയും അതിന് നേതൃത്വം നൽകാൻ താൽപ്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. പ്രസ്തുത മീറ്റിംഗിൽ മുഴുവൻ മാതാപിതാക്കളും പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അറിയിപ്പുകൾ. ജൂൺ 9 ഞായറാഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സെന്റ് സേവ്യർ യൂണിറ്റ് അറയ്ക്കൽ പൊറിഞ്ചു ബെന്നിയുടെ ഭവനത്തിൽ, 3 മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് ഇയാലിൽ കിഴക്കേക്കുറ്റിൽ സജി ബിന്ദുവിൻ്റെ ഭവനത്തിൽ, 4 മണിക്ക് സെന്റ് വിൻസെന്റ് ഇപ്പോൾ യൂണിറ്റ് കൊള്ളനൂർ ജോസ് ലൂസിയുടെ ഭവനത്തിൽ, 4 മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് മാളിയേക്കൽ ജോർജ് ജോസഫിൻ്റെ ഭവനത്തിൽ, 5 മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കൊള്ളനൂർ വർഗീസ് ജോസഫിൻ്റെ ഭവനത്തിൽ, 5 മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് വടക്കൂടൻ ദേവസി ആന്റണിയുടെ ഭവനത്തിൽ, 5 മണിക്ക് ഇൻഫന്റ് ജീസസ് യൂണിറ്റ് വിളക്കനാടൻ റാഫേൽ ഷുറിൻ്റെ ഭവനത്തിൽ. അടുത്ത മാസം ജൂലൈ 13 ശനിയാഴ്ച CLC അംഗങ്ങൾ ഒരു ഏകദിന ഉല്ലാസയാത്ര നടത്തുന്നു. പോകുന്ന സ്ഥലം നെല്ലിയാമ്പതി. ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സെന്റ് പീറ്റർ യൂണിറ്റ്, വായനകൾ സെന്റ് ജോർജ് യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.